ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ്. സ്വിമ്മിംഗ് പൂളിലേക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ ഇവിടുന്ന് ഒരു വഴിയുണ്ട്. പുറത്താണ് കേട്ടോ, റിസോർട്ടിൻ്റെ പുറത്തായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം അവിടോട്ട് നമ്മളിങ്ങനെ ഇരുവഴിയുണ്ട്, നടന്ന് പോവുകയാണ്. അപ്പം റിസോർട്ട് ഇങ്ങനെ ഓപ്പൺ ഇത് എന്താ പറയണേ, സ്വിമ്മിംഗ് പൂളാണേ. ഇങ്ങനെ നമുക്ക് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് വേണം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്യാം. അപ്പം നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണാമേ. കണ്ടോ, ഇങ്ങനെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ഇവിടെ പിള്ളേർക്കായിട്ടൊരു ചെറിയ സെക്ഷനുണ്ട്, പിന്നെ വലിയവർക്കുള്ള കുറച്ച് ആഴമുണ്ട്. ആ ഒരു രീതിയിൽ നല്ലൊരു ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പം പൊന്നൂനാണെങ്കിൽ വെള്ളത്തിലിറങ്ങണ കാര്യം പേടിയാണ്. പക്ഷേ ഇതേണ്ട പൊന്നു ഇറങ്ങാൻ പോലെ പപ്പായ്ക്ക് ഇത്രയും ഉണ്ട്. അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇച്ചിരിയും കൂടി ഇതുണ്ട് കേട്ടോ. ചെരുപ്പ് ഊര്. കണ്ടോ, പിള്ളേർക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടോ. അപ്പോൾ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കിങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ അടിച്ചു പൊളിക്കാം. പക്ഷെ ഞാൻ ഇറങ്ങില്ല കേട്ടോ ഗൈസ്, എനിക്കിങ്ങനെ ഡ്രസ്സൊന്നും മാറി നടക്കാനൊന്നും എനിക്കിഷ്ടമില്ല. ഞാനതുകൊണ്ട് പോവുകയും ഞാനിങ്ങനെ ഇറങ്ങുകയില്ല. ഇവരെന്നെ വിളിക്കുന്നുണ്ട് വാവാതും പറഞ്ഞു. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും ഞാൻ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ഇറങ്ങാറില്ല. എനിക്ക് നമ്മൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സൊക്കെ മാറി വേറെ ഇട്ട് നനഞ്ഞ് കയറ്റി ചെല്ലുന്നതൊന്നും എനിക്കിഷ്ടമില്ല. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. നിങ്ങളോട് എനിക്ക് വിശേഷങ്ങൾ പറഞ്ഞിട്ടും തീരുന്നില്ല ഗൈസ്. അതാ ഞാൻ ബൈ ബൈ പറഞ്ഞു പോയിട്ടും പിന്നെയും ബാക്കി പിന്നെയും എന്താ പറയണേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. പിള്ളേർക്ക് പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ചേട്ടായി മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ പിന്നെ ദേണ്ട ഇങ്ങനെ ചുമ്മാ കാല് വെള്ളത്തിൽ നനച്ചുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുക. അല്ലാതെ എനിക്കും പേടിയില്ല എനിക്ക്. സോറി, എനിക്ക് പേടിയല്ല, എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഡ്രസ്സ് മാറാൻ.